ബിൻസിയുടെ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്ക് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സിനുള്ള ഗിഫ്റ്റ് വാങ്ങണം, പിന്നെ തിങ്സ് എല്ലാം വാങ്ങണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഈ കേൾക്കുന്നതേ നമ്മുടെ മാർക്കോ മൂവി ഇറങ്ങിയതിൻ്റെ റിവ്യൂ കേട്ടിട്ടുള്ള റിയാക്ഷനാണ്. ഇങ്ങനെയുള്ള മൂവീസൊക്കെ കണ്ടാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് എനിക്ക് ഉറക്കം ഉണ്ടാവില്ല കേട്ടോ. ഈ തണുപ്പായതുകൊണ്ട് ഇത് ഓൾവേസ് എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഇരിക്കും. ബിക്കോസ് ഇത് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ജസ്നയാണ്. വായോ എല്ലാവരും റെഡിയായി. ഞങ്ങൾ അങ്ങനെ 1 by 1 ആയിട്ട് ലിഫ്റ്റിൽ കയറി. ഡ്രൈവർ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് മാർക്ക് ആൻഡ് സേവ് എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മാളിലേക്ക് കേട്ടോ. വീഡിയോയുടെ ഇടയിൽ പലതരത്തിലുള്ള ട്വിസ്റ്റുകളും സർപ്രൈസുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. ന്യൂ ഇയർ ഫ്രണ്ടിന് നമ്മൾ തിരഞ്ഞെടുത്തപ്പോൾ 1-2 കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും വാങ്ങുന്ന ഗിഫ്റ്റ് 50 റിയാൽ ആൻഡ് എബവ് ആയിരിക്കണം. പിന്നെ നമ്മളൊരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പേപ്പറിൽ എല്ലാവരുടെയും പേരെഴുതിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് എന്ത് സാധനമാണോ അത് നമുക്കവിടെ എഴുതാം. എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഡ്രസ്സാണ് വേണ്ടതെങ്കിൽ എൻ്റെ പേരവിടെ എഴുതുക. പേരിൻ്റെ നേരെ എന്ത് ഡ്രസ്സാണ് വേണ്ടതെന്നുള്ളത് എഴുതുക. ഡ്രസ്സിൻ്റെ സൈസ് എഴുതുക. അങ്ങനെ. അപ്പോൾ ബാഗാണ് വേണ്ടതെങ്കിൽ എന്ത് ബാഗാണ് വേണ്ടത്, ബാഗിൻ്റെ കളർ എന്താണ്, അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് ഇട്ട് എഴുതി വെക്കാമായിരുന്നു. ഞാൻ എഴുതിയത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇടുന്ന ഒരു ബാഗും പിന്നെ ഒരു ഷ്രഗും ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ അക്കോമഡേഷനിൽ നിന്ന് ഏകദേശം ഒരു 25 മിനിറ്റ് ദൂരം ഉണ്ട് കേട്ടോ ഈ ഷോപ്പിംഗ് മാളിലേക്ക്. ഫൈനലി നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ പുറകെ പോയി. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് വീഡിയോ പെർമിഷൻ ഇല്ല. അതുകൊണ്ട് അകത്തുള്ളതൊന്നും ഞങ്ങളുടെ പർച്ചേസിംഗ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ തിങ്സൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി തിരിച്ചു വന്ന് വണ്ടി കയറിയിട്ട് എല്ലാവരും അവരവരുടെ ഫ്രണ്ട്സിന് ആവശ്യമുള്ള ഗിഫ്റ്റുകളും പിന്നെ കോമൺ ആയിട്ട് ഗെയിമിന് ആവശ്യമുള്ള തിങ്സും ഡെക്കറേഷൻ ഐറ്റംസും അങ്ങനെ വേണ്ടുന്നതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത ഒരു ബ്ലാക്ക് കളർ സ്ലിംഗ് ബാഗായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു ബാഗ് തന്നെ എടുക്കാൻ പറ്റി കേട്ടോ. അത് ഞാനെടുത്ത ബാഗ് എന്നെ കാണിച്ചു തന്നത് ബിൻസിയാണ്. ബിൻസിയുടെ സെലക്ഷൻ ആയിരുന്നു അത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ബാഗാണ്. എൻ്റെ ഫ്രണ്ട് ആ പേപ്പറിൽ എഴുതിയിട്ടുള്ള ഓപ്ഷൻസിൽ ഒരു സ്ലിംഗ് ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ എഴുതിയിട്ടുള്ളതിൽ എനിക്ക് എടുക്കാൻ എളുപ്പം ഉണ്ടായിരുന്നത് സ്ലിംഗ് ബാഗായിരുന്നു. അപ്പോൾ അത് ചെന്നപ്പോൾ തന്നെ കണ്ടതുകൊണ്ട് അത് ഞാൻ ചൂസ് ചെയ്തു. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. നല്ലത് ഏതാണ്, ഇത് ഇഷ്ടപ്പെട്ടോ, അത് നല്ലതാണോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നല്ലതാണെന്ന് ഞാൻ പറയുകയും ചെയ്തേ. പിന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ബിൻസിക്ക് എങ്ങാനാണോ എന്നെ കിട്ടിയേക്കുന്നതെന്ന്. പക്ഷേ ഞാൻ അവളോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചായിരുന്നു, എൻ്റെ ഫ്രണ്ട് ഞാനെങ്ങാനാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലല്ല, എൻ്റെ ഫ്രണ്ട് വേറൊരാളാണ്, സർപ്രൈസുകളെല്ലാം അടുത്ത ദിവസം പൊളിക്കാമെന്നൊക്കെ പറഞ്ഞു. അവൾ ചൂസ് ചെയ്ത ഗിഫ്റ്റ് നല്ല സൂപ്പർ ഗിഫ്റ്റായിരുന്നു. പിന്നെ അവൾ പറഞ്ഞു നിമിഷയ്ക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നിമിഷയായിരിക്കാം മേ ബി അവളുടെ ഫ്രണ്ടെന്ന്. ജസ്നയുടെ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അമേസിങ് ആയിരുന്നു കേട്ടോ. അത് എടുത്തു പറയാതെ വയ്യ. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിക്കഴിഞ്ഞു. നല്ല തണുപ്പുണ്ടായിരുന്നു. പുറത്ത് 8 ഡിഗ്രിയാണ്. അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ ഡേ അതാ എത്തിക്കഴിഞ്ഞു. ജസ്നയ്ക്കാണെങ്കിൽ ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അവൾ പോകുന്നതിന് മുമ്പായിട്ട് വോളിൽ കുറച്ച് ഡെക്കറേഷൻ ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് പോയി. ബാലൻസ് ബലൂണൊക്കെ ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടാട്ടോ പോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അത്യാവശ്യം പാട്ടൊക്കെ വെച്ച് ആടിപ്പാടി ബലൂൺസൊക്കെ വീർപ്പിച്ചു. പിന്നെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് 2-3 ഫ്രണ്ട്സ് വരാനുണ്ടായിരുന്നു, ഞങ്ങളുടെ ഒപ്പം തന്നെ ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരും എല്ലാവരുമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങളിതെല്ലാം ഫില്ല് ചെയ്തു. ഫംഗ്ഷൻ വെച്ചത് തേഴ്സ്ഡേ നൈറ്റ് ആട്ടോ. അപ്പോൾ ഫ്രൈഡേ എല്ലാവർക്കും ഓഫ് ആയതുകൊണ്ട് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എല്ലാവർക്കും ബോധം കെട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം.
ബിൻസിയുടെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞു വാവയും പിന്നെ ആ വാവയുടെ ചേച്ചി വാവയും വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അവർ ഫാമിലിയായിട്ട് പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരും അതുകൂടാതെ വേറെ 2 പേരുണ്ട് പുറത്ത് താമസിക്കുന്ന, അവരും വന്നിട്ടുണ്ടായിരുന്നു. അസിത് അവിടെ 2025 ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ കുഞ്ഞു കുരുപ്പ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ കുഞ്ഞിതിനെ കാണാതാവുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ പ്രായം അതാണല്ലോ. നിമിഷ വന്നിട്ടുണ്ട്. അവൾ ഹസ്ബൻഡിൻ്റെ ഒപ്പം പുറത്താണ് താമസിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ 2 പേരും കൂടെ തകർത്ത് റീൽസ് എടുക്കുക കേട്ടോ. ഞാനും റെഡി ആയിട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഹെഡ് നേഴ്സിൻ്റെ പ്രയറോടെ നമ്മുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇതിനിടയിൽ നിമിഷ എന്നോട് ചോദിക്കണം വേറൊന്നും അല്ല കേട്ടോ, നിങ്ങൾ എൻ്റെ മുമ്പിൽ കയറി എന്നാൽ പിന്നെ ഞാൻ എങ്ങനെ കാണുമെന്ന് കേട്ടോ അവൾ ചോദിച്ചേ. Especially for the coming year 2025, and so with our family back home and for us here. May the year ahead will be fruitful and meaningful for all of us. Thank you so much for everything. In the name of the Father, the Son, and the Holy Spirit. Amen. Amen. Where are you coming from? Sit. Bye. Change the pose, please. Oh. Okay. ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയത് നമ്മുടെ കുഞ്ഞു മക്കളുടെ അമ്മയ്ക്കായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ഒരാൾ ചെന്നിട്ട് ആ ആൾക്ക് കിട്ടിയിരിക്കുന്ന ഫ്രണ്ടിനെ കുറിച്ചുള്ള ക്ലൂ പറയൂ കേട്ടോ. അങ്ങനെ ആയിരുന്നു, നല്ല അടിപൊളി ക്ലൂസൊക്കെ ആയിരുന്നു വന്നത്. ശരണ്യയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തത് ജസ്നയായിരുന്നു. അപ്പോൾ അവൾ അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം ജസ്ന ഈ ഗിഫ്റ്റ് സെലക്ട് ചെയ്യിപ്പിച്ചത് അവളെ കൊണ്ട് തന്നെയാണ് കേട്ടോ. ശരണ്യയുടെ ഫ്രണ്ടിൻ്റെ ക്ലൂ പറഞ്ഞപ്പോൾ ആളെത്തിയിട്ടോ. നിഷയായിരുന്നേ. നിഷയുടെ ഫ്രണ്ട് നൊറീസ സിസ്റ്റർ ആയിരുന്നു. busy in clinic and get married last year. Get married last year. Okay. ജൂലി സിസ്റ്റർ മിഥുനയ്ക്ക് ആയിരുന്നു കൊടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കണ്ടു. When I come first time, please
മിഥുനയ്ക്ക് കിട്ടിയത് നിമിഷേനെയായിരുന്നു. ഇനി നിമിഷയുടെ ഫ്രണ്ട് ആരാന്ന് നോക്കാം. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആൾ ഞങ്ങളുടെ ഹെഡ് നേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ഹെഡ് നേഴ്സിനായിരുന്നു നിമിഷയ്ക്ക് കിട്ടിയത്. സിസ്റ്ററിൻ്റെ ഫ്രണ്ട് ബിൻസി ആയിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കണ്ടു. ഡ്രസ്സായിരുന്നു അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അടിപൊളിയായിരുന്നു കേട്ടോ. ബിൻസിയുടെ ഫ്രണ്ട് ഞാനായിരുന്നു കേട്ടോ. എത്രമാത്രം ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫ്രണ്ട് ജമീലയായിരുന്നു കേട്ടോ. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനെങ്ങാനാണോ ഫ്രണ്ടെന്ന്. അപ്പം ഞാൻ അല്ലാന്നാട്ടോ പറഞ്ഞേ. ജമീലയുടെ ഫ്രണ്ട് ജൂലി സിസ്റ്റർ ആയിരുന്നു. ദോണ്ട വരുന്ന അടുത്ത സർപ്രൈസ്. അസിതയുടെ ഫ്രണ്ട് ഗംഗയും ഗംഗയുടെ ഫ്രണ്ട് അസിതയായിരുന്നു. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഞാൻ എഴുതിയത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയ ബാഗായിരുന്നു. അത് തന്നെ കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇഷ്ടമായി എന്ന് തന്നെ പറയാം. അതിൻ്റെ കൂടെ ഒരു കമ്മലും ഒരു ലവ് ലെറ്ററും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. പലർക്കും പല ടൈപ്പ് ഓഫ് ഫുഡായിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിലിപ്പീൻസിന് അവരുടെ തന്നെ ഫിലിപ്പീൻ ഫുഡ് അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞതുകൊണ്ട് അത് ഓർഡർ ചെയ്തു. പിന്നെ കഫ്സ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു.
ചിക്കൻ കഴിക്കുന്ന മലയാളീസിനെല്ലാം ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാനത് കഴിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് അപ്പവും ഫിഷ് കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരാൾക്ക് ചിക്കൻ കറി അപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് ഫാൻറ്റയും മിറിൻ്റെയും ആയിരുന്നു. ഇതാണ് കേട്ടോ കുഞ്ഞുമക്കളുടെ അമ്മ. അവൾ മെറ്റേണിറ്റി ലീവിലായിരുന്നു. കുഞ്ഞൂസ് ആദ്യമായിട്ട് ഞങ്ങളുടെ അക്കോമഡേഷനിൽ വന്നതായിരുന്നു. പാട്ട് ടി വിയിലോട്ട് കണക്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് പ്രെയർ കഴിഞ്ഞിട്ട് ഫോട്ടോ സെഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ടോ വന്നിരുന്നത്. കാരണം ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോയവർക്കൊക്കെ നല്ലപോലെ വിശന്ന് കുത്തിയാണ് വന്നിരുന്നത്. പിന്നെ പുറത്തുനിന്ന് വന്നവർക്ക് പോവുകയും ചെയ്യണമായിരുന്നു. ഇതൊരു ഫിലിപ്പീൻ സാലഡാണ്. ഇത് ഞങ്ങളുടെ ഹെഡ് നേഴ്സ് ഉണ്ടാക്കിയതാട്ടോ. എനിക്കിങ്ങനെയുള്ള ഇതിനോടൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാവർക്കും ഇത് സെർവ് ചെയ്ത് കൊടുത്തു. എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന്. ഫുഡ് കഴിപ്പ് കഴിഞ്ഞിട്ടാട്ടോ ഗെയിംസ് വെച്ചിരുന്നത്. അപ്പോൾ അവർക്ക് പോകാനുള്ളത് കൊണ്ട്, പോകാൻ തിരക്കുള്ളവർക്ക് അത് കഴിഞ്ഞിട്ടാട്ടെ എന്ന് വിചാരിച്ചു.
ഫൈനലി ഡാൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഗെയിമിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഈ ഗെയിമിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒരാൾക്ക് 6 ഗ്ലാസ് വീതം ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ടാവും. ഓരോ ബലൂൺ വീർപ്പിച്ചിട്ട് അത്യാവശ്യം നല്ലതുപോലെ വീർപ്പിച്ചിട്ട് അതിൻ്റെ എയർ അങ്ങ് വിടണം. വിടുമ്പോൾ ഈ ഗ്ലാസ് തന്നെ താഴെ പോകും. അതിൽ ഫസ്റ്റ് ഫുള്ള് ഗ്ലാസും കളയുന്ന ആരാണോ ആ ആളാണ് കേട്ടോ വിൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അത് വേറൊന്നുമല്ല, കോയിൻ പിക്കിംഗ് ആണ്. 2 പേര് നിന്നിട്ട് അവരുടെ ഫ്രണ്ടിൽ ഓരോ ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 3 കോയിൻ വീതം ഓരോരുത്തർക്കും വെച്ചിട്ടുണ്ട്. 2 പേരുടെയും കയ്യിൽ ഓരോ സ്ട്രോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രോയുടെ അറ്റം കോയിനിൽ മുട്ടിച്ചിട്ട് നമ്മൾ നല്ലപോലെ ബ്രീത് ഇൻ ചെയ്യണം. ബ്രീത് ഇൻ ചെയ്യുമ്പം ആ സ്ട്രോയുടെ അറ്റത്ത് ഈ കോയിൻ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ബ്രീത് ഔട്ട് ചെയ്യാതെ അത് അതേപോലെ കൊണ്ടുവന്ന് ഈ ഗ്ലാസ്സിൽ ഇടണം. അങ്ങനെ ആ ഗ്ലാസ്സിൽ ഫസ്റ്റ് 3 കോയിനും ഇടുന്ന ആരാണോ ആ ആളായിരിക്കും വിൻ ചെയ്യുക. 2, 3 സ്റ്റാർട്ട്.
ബലൂൺ വീർപ്പിക്കലും കോയിൻ പിക്കിങ്ങും കൂടെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവർക്കും തന്നെ വയറുവേദന പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഐറ്റം ബോൾ പാസിംഗ് ആയിരുന്നു. മ്യൂസിക് ഇട്ടിട്ട് ബോൾ പാസ് ചെയ്യുന്നത്. ശരിക്കും ഇതിനകത്ത് ബോൾ ഒരാളുടെ കയ്യിൽ പിടിക്കാൻ പോലുള്ള സമയമില്ലായിരുന്നു, എറിയുമായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ ടച്ച് ചെയ്ത് പോകുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലിയ കാര്യമായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ദേണ്ട കിടക്കണം ചട്ടിയും കലവും. ഞാൻ ഔട്ടായി. അങ്ങനെ ഫൈനലി ബോൾ പാസിങ്ങിന് ജമീല വിൻ ചെയ്തു. കണ്ണിലിട്ടാൽ കരിയൂരിക്കില്ലാത്ത പോലത്തെ കുഞ്ഞു സൂചിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓട്ട എവിടെയാണെന്നും കൂടെ കാണാനില്ലായിരുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞപ്പോഴത്തേക്കും അസിത പെട്ടെന്ന് തന്നെ സൂചിയിൽ നൂലും കോർത്തു ഓടി ചെന്ന് കുത്തുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അവൾ വിൻ ചെയ്തു. വീഡിയോ ഇതിനകത്ത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത ഐറ്റം കിസ് കോമ്പറ്റീഷൻ ആയിരുന്നു. What's the full name of Saudi king? Full name of Saudi king. Okay, bara. Salman bin Abdulaziz Saud. Okay. Okay. The second. What's the capital of Saudi Arabia? Riyadh. Riyadh. Ancient Greek god of sun. Who was the ancient Greek god of sun? Greek god of sun. Tu gagai. Na gagai. Apollo. Apollo era. What is the largest organ in the human body?
smallest unit of life. Cell, atom, molecule, organ. Okay. Ready to? ഇപ്പോൾ കണ്ടതേ ഞങ്ങളുടെ ക്ലിനിക്കിന് എത്ര ബ്രാഞ്ച് ഉണ്ടെന്നുള്ളതിൻ്റെ ശരിയുത്തരം പറഞ്ഞതിൻ്റെ സന്തോഷം കേട്ടോ. അടുത്തത് വിന്നേഴ്സിൻ്റെ സമ്മാന വിതരണമായിരുന്നു. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു നിഷ. അടുത്ത സമ്മാനം കിട്ടിയത് അസിതയ്ക്കായിരുന്നു. നെക്സ്റ്റ് പ്രൈസ് ഗോസ് ടു ജമീല. അടുത്ത പ്രൈസ് കിട്ടിയത് നിമിഷയ്ക്കായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് ക്രിസ്റ്റി സിസ്റ്ററിൻ്റെ വക ഒരു കൊച്ചു സമ്മാനം ജസ്നയ്ക്ക്. അപ്പം ഞങ്ങളുടെ സെലിബ്രേഷൻസ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൊച്ചു സെലിബ്രേഷൻ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി ന്യൂ ഇയർ.